നിങ്ങൾക്കറിയാമോ എന്തുകൊണ്ടാണ് ഇന്ത്യക്ക് പുറത്തുള്ള പാരൻസ് മോണ്ടിസോറി എഡ്യൂക്കേഷൻ ചൂസ് ചെയ്യുന്നതെന്ന്? അതിന് പ്രധാനപ്പെട്ട 5 കാരണങ്ങളുണ്ട്. അതിൽ ഫസ്റ്റ് വൺ മിക്സ്ഡ് ഏജ് ഗ്രൂപ്പാണ്. അതായത് നമ്മുടെ ഇന്ത്യയുടെ ക്ലാസ് റൂം ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരേ ഏജ് ഗ്രൂപ്പ് വൈസാണ് പോകുന്നത്. പക്ഷേ ഇൻ മോണ്ടിസോറി ക്ലാസ് റൂം അതിൽ 3 to 6 years, അതായത് മിക്സ്ഡ് ഏജ് ഗ്രൂപ്പ് ആയിട്ടുള്ള കുട്ടികളാണ് പഠിക്കുന്നത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് അതൊരു ചൈൽഡ് സെൻറ്റേർഡ് ക്ലാസ് റൂമാണ്. അതായത് നമ്മുടെ ട്രഡീഷണൽ സ്കൂൾ എന്ന് പറയുമ്പോൾ നമ്മുടെ കുട്ടികൾ പഠിക്കുന്നത് ടീച്ചർ എന്താണോ പറയുന്നത് അത് അതേപോലെ പഠിച്ചു വയ്ക്കുന്നതാണ്. പക്ഷേ ഇൻ മോണ്ടിസോറി ക്ലാസ് റൂം എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, എപ്പോൾ പഠിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് കുട്ടികളാണ്. അവർ മോർ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. തേർഡ് വൺ എന്ന് പറയുമ്പോൾ നമ്മുടെ ട്രഡീഷണൽ സ്കൂളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, ഹോം വർക്ക് ഉണ്ട്, അസൈൻമെൻറ്റ്സ് ഉണ്ട്, എക്സാംസ് ഉണ്ട്. പക്ഷേ ഇൻ മോണ്ടിസോറി അവിടെ നോ ഹോം വർക്ക്, നോ ടെക്സ്റ്റ് ബുക്ക്, നോ എക്സാംസ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവരെങ്ങനെയാണ് ഇതൊക്കെ പഠിക്കുന്നതെന്ന്, അല്ലേ? അവർ പഠിക്കുന്നത് പ്രാക്ടിക്കലിലൂടെയാണ്. അതായത് അവരുടെ 5 സെൻസസ് ഉപയോഗിച്ചിട്ട് ഓരോ മെറ്റീരിയലും കണ്ടും കേട്ടും തൊട്ടും രുചിച്ചും മണത്തും അവരുടെ 5 സെൻസസ് ഉപയോഗിച്ചാണ് പഠിക്കുന്നത്. ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയിലായാലും ട്രഡീഷണൽ സ്കൂൾ സിസ്റ്റത്തിലായാലും അവർ അക്കാഡമിക്സും കരിക്കുലവും മാത്രം ഫോക്കസ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു രീതിയാണ്. ഇൻ മോണ്ടിസോറി അവർ കൂടുതൽ നോക്കുന്നത് ഓവറോൾ ഡെവലപ്മെൻ്റ് ആണ്. അതായത് കുട്ടികളുടെ ഇൻഡിപെൻഡൻസ്, അവർ ഡ്രസ് ചെയ്യുന്ന രീതി മുതൽ അവർ ഒറ്റയ്ക്ക് എങ്ങനെ ജീവിക്കണം, ഒരു ലൈഫ് ടൈമിൽ വേണ്ട എല്ലാ ഡെവലപ്മെൻറ്റും മോണ്ടിസോറി കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. എല്ലാ കുട്ടികളും യുണീക്കാണ്. ആ യുണീക്നെസ്സിന് അനുസരിച്ചിട്ടുള്ള ഒരു പഠന രീതിയാണ് മോണ്ടിസോറി. അപ്പോൾ ഇനിയും മോണ്ടിസോറിയുടെ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.